മെയിൻ ആയിട്ടും ചാപ്റ്റർ 4 എന്തിനെ പറ്റിയിട്ടാണ് ഡീൽ ചെയ്തിരുന്നത്? നമ്മളുടെ മിസ്കണ്ടക്റ്റുകളെ കുറിച്ചിട്ടായിരുന്നു. അതായത് നമ്മള് അഡ്വർടൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മള് കമ്മീഷൻ വെച്ചിട്ട് പൈസ വാങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മള് കമ്പനി സെക്രട്ടറി അല്ലാതെ കമ്പനി സെക്രട്ടറി ആണ് എന്ന് പറഞ്ഞാൽ വർക്ക് എടുത്താൽ എന്ത് സംഭവിക്കും, അങ്ങനത്തെ പലതരത്തിലുള്ള മിസ്കണ്ടക്റ്റുകൾ, അതില് പ്രാക്ടീസിൽ ഇരിക്കുന്നവർ ഫേസ് ചെയ്യുന്ന മിസ്കണ്ടക്റ്റുകൾ, സർവീസിൽ ഇരിക്കുന്നവർ ഫേസ് ചെയ്യുന്ന മിസ്കണ്ടക്റ്റുകൾ, ICSI മെമ്പറിൽ ആണെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന മിസ്കണ്ടക്റ്റുകളും മറ്റ് പെനാലിറ്റികളും ഡിസിപ്ലിനറി ആക്ഷനുകളും ഒക്കെ ആയിരുന്നു നമ്മൾ ചാപ്റ്റർ 4 നോക്കിയിരുന്നത്. ഇത് കുറച്ചുകൂടി ഒരു എന്താ പറയാ സോഷ്യൽ പോയിന്റ് ഓഫ് വ്യൂ, ഇത് കൃത്യമായിട്ട് നമുക്ക് മിസ്കണ്ടക്ട് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല, ബട്ട് മിസ്കണ്ടക്ട് ആണ്. അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അതായത് നമ്മൾ പാലിക്കേണ്ട എത്തിക്സ് എന്താ, അല്ലെ, കമ്പനി സെക്രട്ടറി പാലിക്കേണ്ട എത്തിക്സ് എന്താ എന്നുള്ളത് ആൾക്കനുസരിച്ചിട്ട് മാറും. നമ്മളിത് പാലിക്കാം പാലിക്കാതിരിക്കാം, അത് നമ്മളുടേതാണ്. പക്ഷെ എത്തിക്സ് എന്ന് പറയുന്നത് ഓരോ പ്രൊഫഷനും ഉണ്ട്. ആ പ്രൊഫഷണൽ എത്തിക്സ് എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കുന്നത്, അല്ലെ. ഇപ്പൊ മെഡിക്കൽ എത്തിക്സ് പറയുന്നതാണ് സർക്കാർ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ പുറത്ത് പ്രൈവറ്റ് ക്ലിനിക്ക് പരിപാടികൾ നടത്താൻ പാടില്ല എന്നുള്ളത് അവരുടെ എത്തിക്സ് ആണ്. പക്ഷെ അങ്ങനെ എത്ര പേര് നടത്തുന്നവരുണ്ട്. സോ അത് പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇല്ല. പക്ഷെ നമ്മളുടെ മനസാക്ഷിയോട് തന്നെ ചോദിക്കേണ്ട ഒരു സംഭവത്തെയാണ് നമ്മളിവിടെ വാല്യൂസും എത്തിക്സും ആയിട്ട് പറയുന്നത്. ക്ലിയർ ആണോ? യെസ്. സോ അത് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത് അവരെന്താ വെച്ചാൽ എത്തിക്സ് എന്ന് പറയുന്നത്, അതായത് പണ്ട് ഇതിന്റെ ക്വാൽകോം, എക്സോൺ എന്നൊക്കെ പറഞ്ഞ കമ്പനിയിൽ നിന്നും അവരുടെ ഫോള് കാരണം, അവരുടെ തകർച്ച കാരണം ഉൾത്തിരിഞ്ഞു വന്ന ഒരു സാധനമാണ് എത്തിക്സ് എന്ന് പറയുന്ന സാധനം. അത് ഏത് വേർഡിൽ നിന്നും എടുത്താണ്? ഈത്തോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നും ഡിറൈവ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് ഈ എത്തിക്കൽ സ്റ്റാൻഡ് പോയിന്റ് കാരണമാണ് 2 ആക്ടുകൾ നിലവിൽ വന്നത്. ഒന്ന് സോക്സ് എന്ന് പറയും, സാർബാനസ് ഓക്സ്ലി ആക്ട് എന്ന് പറയും. അതേപോലെ തന്നെ സെബിയുടെ ക്ലോസ് 49. ഈ 2 കാര്യങ്ങളും US 2 കമ്പനികളുടെ തകർച്ചയെ തുടർന്നിട്ട് വന്നിട്ടുള്ള ഒരു പുതിയ കൺസെപ്റ്റാണ്. അപ്പോ ബട്ട് അത് ഏത് വേർഡിൽ നിന്ന് ഡിറൈവ് ചെയ്തതാണ്? ഒരു ഗ്രീക്ക് വേർഡ് ആയിട്ടുള്ള ഈത്തോസ് എന്ന് പറയുന്ന വേർഡിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടാണ്. അപ്പൊ നമുക്ക് അതിനെ എന്ത് പറയാം? ക്യാൻ ഈസ് കോൾഡ് ആസ് ക്യാരക്ടർ, അല്ലെ. എത്തിക്സ് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറാണ്. ഓക്കെ. അപ്പോ അവരെന്താ പറയണേ? എല്ലാ പ്രൊഫഷണൽ വർക്കിനും എന്തുണ്ട്? കുറച്ച് പ്രിൻസിപ്പിൾസും ബിലീവ്സും വാല്യൂസും ഉണ്ട്. എന്താണ്? എല്ലാ പ്രൊഫഷണൽ വർക്കിനും കുറച്ച് ബിലീവ്സും പ്രിൻസിപ്പിൾസും വാല്യൂസും ഉണ്ട്. അതിനെയാണ് നമ്മൾ എത്തിക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. അതേപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടാ? സ്റ്റേക്ക് ഹോൾഡറിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് എപ്പോഴും എത്തിക്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ എന്താ അവിടെ പറയണേ? എത്തിക്സ് എന്ന് ഇത് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഈത്തോസ് എന്ന് പറഞ്ഞ ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. നൗ എല്ലാ പ്രൊഫഷണൽ വർക്കിലും കുറച്ച് ബിലീഫ്സും വാല്യൂസും പ്രിൻസിപ്പിൾസും ഉണ്ട്. അതിനെയാണ് നമ്മൾ എത്തിക്സ് എന്ന് വിളിക്കുക. അതേപോലെ തന്നെ ഈ പറയപ്പെടുന്ന എത്തിക്സ് എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ക്ലിയർ ആണോ? നൗ എത്തിക്സുകൾ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എത്തിക്സ് ഉണ്ട്, ബ്രാഞ്ചസ് ഓഫ് എത്തിക്സ് ഉണ്ട്. അതിൽ തന്നെ ഡിസ്ക്രിപ്റ്റീവ് എത്തിക്സ് ഉണ്ട്. എന്താണ് ഡിസ്ക്രിപ്റ്റീവ് എത്തിക്സ്? എന്താണത്? ഡീൽസ് വിത്ത് വാട്ട് പീപ്പിൾ ആക്ച്വലി ബിലീവ് ടു ബി റൈറ്റ് ഓർ റോങ്. അതായത് മിഥിലാജിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തിനെ സംബന്ധിച്ചിട്ടോ ചില കാര്യങ്ങൾ ശരിയാണ്, ചില കാര്യങ്ങൾ തെറ്റാണ് എന്നുണ്ടാവും. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് എത്തിക്സ്. അതായത് ഒരാളെ നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല എന്നുള്ളത് പൊതുവായിട്ടുള്ള ഒരു റൈറ്റ് ഓർ റോങ് ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് എത്തിക്സ്. ഇനി അതേപോലെ തന്നെ നോർമാറ്റീവ് എത്തിക്സ് ഉണ്ട്. എന്താണ് അത് പറയണത്? ഡീൽസ് വിത്ത് നോംസ് സെറ്റ് റൈറ്റ്നെസ് ഓർ റോങ്നെസ് ഓഫ് ആക്ഷൻ. അതായത് നോർമാറ്റീവ് എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു ചട്ടം കൊണ്ടുവരികയാണ്. അതായത് ഇത് നിങ്ങൾ ബിലീവ് ചെയ്യുന്ന സാധനം അല്ലാതെ റൈറ്റ് ഓർ റോങ് ആണോ എന്നുള്ളത്. ഇതൊരു ചട്ടം മുഖേന പറയുകയാണ് ഇത് തെറ്റാണ്,
ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കൽ, നമുക്കറിയാം ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ചാൽ തെറ്റോ ശരിയാവുന്ന നമ്മളുടെ അതിലില്ല. പക്ഷെ ആ നിയമം ഉള്ളത് കൊണ്ടാണ് ഹെൽമെറ്റ് ഇടാതെ വണ്ടി ഓടിക്കുന്നത് തെറ്റായി മാറുന്നത്. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് നോർമാറ്റീവ് എത്തിക്സ്. ഓക്കെ, ഇനി മെറ്റാ എത്തിക്സ് ഉണ്ട്. അതും എന്താണ്? ഇതേപോലെ നോർമുകളാണ്, ആ നോർമാണ് റൈറ്റും റോങ്ങിനെയും സ്പെസിഫൈ ചെയ്യുന്നത്. അതിനെ നമ്മൾ മെറ്റാ എത്തിക്സ് എന്ന് പറയും. ഇനി വേറൊന്നെന്താ? അപ്ലൈഡ് എത്തിക്സ് ഉണ്ട്. അപ്ലൈഡ് എത്തിക്സ് ഉണ്ട്. എന്തൊക്കെയാണ് അപ്ലൈഡ് എത്തിക്സുകൾ? 6 ഡിഫറെന്റ് ഡൊമൈൻസ് അപ്ലൈഡ് എത്തിക്സിന്റെ ഏതൊക്കെയാ? ഒന്ന് ഡിസിഷൻ എത്തിക്സ് ഉണ്ട്, പ്രൊഫഷണൽ എത്തിക്സ് ഉണ്ട്, ക്ലിനിക്കൽ എത്തിക്സ് ഉണ്ട്, ബിസിനസ് എത്തിക്സ് ഉണ്ട്, ഓർഗനൈസേഷണൽ എത്തിക്സും ഉണ്ട്, സോഷ്യൽ എത്തിക്സും ഉണ്ട്. അതിലെ പ്രൊഫഷണൽ എത്തിക്സ് ആണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോ മെയിൻ ആയിട്ടും 4 ടൈപ്പ് എത്തിക്സുകളാണ് ഉള്ളത്. ഏതൊക്കെയാണത്? ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് ആണ്, ദാറ്റ് മീൻസ് നമ്മളുടെ മോറലില് എന്തൊക്കെയാണോ റൈറ്റ് റോങ് എന്നുള്ളത്. മെറ്റാ എത്തിക്സും നോർമാറ്റീവ് എത്തിക്സും എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? ഒരു ചട്ടക്കൂടിന്റെ ഉള്ളിൽ നല്ലതോ ചീത്തതോ എന്നുള്ളതിനെയാണ്. പിന്നെ അതേപോലെ അപ്ലൈഡ് എത്തിക്സ് എന്താ? അതായത് എത്തിക്സ് അവിടെ ഒന്നുമില്ല, നമ്മൾ ഏതെങ്കിലും കുറച്ച് പ്രൊഫഷണലിലേക്ക് എത്തിക്സ് കൊണ്ടുപോയി അപ്ലൈ ചെയ്യുമ്പോൾ അതിനെയാണ് അപ്ലൈഡ് എത്തിക്സ് എന്ന് പറയുക. എവിടെയൊക്കെ? ഡിസിഷനുകളിൽ വരുത്തേണ്ട എത്തിക്സ്, പ്രൊഫഷണലിൽ വരുത്തേണ്ട എത്തിക്സ്, ക്ലിനിക്കലായിട്ട് വരുത്തേണ്ട എത്തിക്സ്, ബിസിനസ്സിൽ വരുത്തേണ്ട എത്തിക്സ്, ഓർഗനൈസേഷനിൽ വരുത്തേണ്ട എത്തിക്സ്, സൊസൈറ്റിയിൽ വരുത്തേണ്ട എത്തിക്സ്. ഇതൊക്കെ പല എത്തിക്സുകളെയും നമ്മൾ ഓരോരോ മേഖലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ വരുന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ അപ്ലൈഡ് എത്തിക്സ് എന്ന് പറയുന്നത്. നൗ എന്താണ് എത്തിക്സും വാല്യൂസും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതും പറഞ്ഞു. നമ്മൾ ആ ഡെഫിനിഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്ത് ഡെഫിനിഷൻസിൽ നമ്മൾ പറഞ്ഞിട്ട് പ്രൊഫഷണൽ വർക്കിൽ നമ്മൾ കുറച്ച് എന്തൊക്കെ അപ്ലൈ ചെയ്യണം എന്നാ പറഞ്ഞിട്ടുള്ളത്? വാല്യൂസും പ്രിൻസിപ്പിൾസും ബിലീഫുകളും ഒക്കെ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ? അപ്പൊ തന്നെ നമ്മൾ മനസ്സിലായി എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? വാല്യൂസും പ്രിൻസിപ്പിൾസും ബിലീഫ്സും ഒക്കെ കൂടുന്നതാണ്. പക്ഷെ അതിലെ ഒരു കാര്യം മാത്രമാണ് എന്ത്? വാല്യൂ എന്ന് പറയുന്നത് അല്ലെ? ഇനി നോക്കുക, എന്താണ് എത്തിക്സ്? ഓക്കെ, എന്താണ്? ദേ ആർ ഗൈഡ് ലൈൻസ് ഫോർ കണ്ടക്ട് വിച്ച് ക്വസ്റ്റ്യൻസ് മൊറാലിറ്റി. എന്താണ് കണ്ടക്ട്? എന്താ കണ്ടക്ട് എന്ന് പറയുമ്പോ നടപ്പ്. ആ നടപ്പിനെ മൊറാലിറ്റി വെച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഗൈഡ് ലൈനുകളെയാണ് നമ്മൾ എന്ത് പറയുക? എത്തിക്സ് എന്ന് പറയുന്നത്. എന്താണ്? ദേ ആർ ഗൈഡ് ലൈൻസ് ഇൻ കണ്ടക്ട്, ഗൈഡ് ലൈൻസ് ഇൻ കണ്ടക്ട് വിച്ച് ക്വസ്റ്റ്യൻസ് മൊറാലിറ്റി. ഓക്കെ, എന്താണ്? യെസ്, അപ്പൊ എന്താണ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ? ദേ ആർ ഗൈഡ് ലൈൻസ് ഫോർ കണ്ടക്ട് ടു ക്വസ്റ്റ്യൻ മൊറാലിറ്റി. മൊറാലിറ്റീനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള
ഗൈഡ് ലൈൻസ്, സോറി, ഒരു കണ്ടക്റ്റില് മൊറാലിറ്റി വെച്ച് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്ന ഗൈഡ് ലൈനുകളെയാണ് നമ്മൾ എന്ത് പറയാ, എത്തിക്സ് എന്ന് പറയാ. ദേ ആർ ഗൈഡ് ലൈൻസ് ടു കണ്ടക്ട്, ആണോ, ഫോർ കണ്ടക്ട് ആണോ, ടു ക്വസ്റ്റ്യൻ മൊറാലിറ്റി വെച്ചിട്ട് നമുക്ക് കണ്ടക്റ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്ന ഗൈഡ് ലൈനുകളെയാണ് നമ്മൾ എന്ത് പറയാ, എത്തിക്സ് എന്ന് പറയാ. ഓക്കെ, ഞാൻ വാല്യൂസ് എന്താ, എന്തൊക്കെ പ്രിൻസിപ്പിൾസ് വെച്ചിട്ടാണ് നമ്മൾ ഒരു ഡിസിഷനെ എടുക്കുന്നത്, ദാറ്റ് ഈസ് കോൾഡ് ആസ് വാല്യൂസ്. ഞാൻ വാല്യൂസ് വേണമെങ്കിൽ നല്ല വാല്യൂസും ആവാം, ഇറ്റ് ക്യാൻ ബി മോശം ആവാം, അല്ലെ. ഞാൻ വേറൊരാളെ കൊല്ലാൻ പോവാണ്, എന്റെ വാല്യൂസ് വെച്ചിട്ട് അത് റൈറ്റ് ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ എനിക്ക് അത്രയും ദ്രോഹം ചെയ്തിട്ടുണ്ട്, എനിക്ക് ഞാനത് ചെയ്യുന്നതിൽ കൃത്യമാണ് എന്നുള്ള വാല്യൂ വെച്ചിട്ടാണ് ഞാൻ ജഡ്ജ്മെന്റ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ഓക്കെയാണ്. മനസ്സിലായോ? സോ അതാണ് വാല്യൂവും എത്തിക്സും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, സോ എന്തൊക്കെ പ്രിൻസിപ്പിൾസ് വെച്ചിട്ടാണ് നമ്മൾ ജഡ്ജ്മെന്റ് എടുക്കുന്നത്, ദാറ്റ് ഈസ് കോൾഡ് ആസ് വാല്യൂസ്. ഓക്കെ, നമ്മളുടെ നടപ്പ് മൊറാലിറ്റി വെച്ച് ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ അതാണ് എത്തിക്സ്. ഓക്കെ, രണ്ട്, ഇതൊരു കൂട്ടം മോറൽ പ്രിൻസിപ്പിൾസ് ആണ്. എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കൂട്ടം മോറൽ പ്രിൻസിപ്പിൾസ് ആണ്. ബട്ട് ഇത് മെയിൻലി നമ്മളുടെ തിങ്കിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. കൂടുതലായിട്ട് നോക്കുകയാണെങ്കിൽ ഇത് മൊത്തം സൊസൈറ്റിയും എന്താണ് കരുതുന്നത് എന്നുള്ളതാണ് എത്തിക്സ്. ഇത് നമ്മളുടേതായിട്ടുള്ള മാത്രം തിങ്കിങ്ങിനെയാണ് നമ്മൾ വാല്യൂസ് എന്ന് പറയാം. ഓക്കെ, നൗ ഇറ്റ് ഫോളോസ് എ പർട്ടിക്കുലർ കോഴ്സ് ഓഫ് ആക്ഷൻ. അതായത് ഒരു കോഴ്സ് ഓഫ് ആക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യമാണ് എത്തിക്സ് എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ ഇമോഷണൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇതെപ്പോഴും കൺസിസ്റ്റന്റ് ആണ്. അതായത് എന്താ, നമ്മളുടെ മൊറാലിറ്റി എന്നുള്ളത് നമ്മൾ ചെറുപ്പം മുതലേ വളർന്നു വന്നിട്ടുള്ള ഒരു ഇതിന്റെ ബേസിലുള്ളതായിരിക്കും നമ്മളുടെ മൊറാലിറ്റി. അതുകൊണ്ട് തന്നെ അതെപ്പോഴും അധികം കൺസിസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, മര്യാദ രീതിയിൽ നടക്കുന്ന ഒരാൾ എല്ലാ കാലത്തും അധികവും വളരെ മര്യാദ രീതിയിൽ തന്നെ ആയിരിക്കും പെരുമാറവും കാര്യവും ചെയ്യുന്നുണ്ടാവുക. അതാണ് എത്തിക്സിന്റെ കാര്യത്തിൽ പറയുന്നത്. പക്ഷെ വാല്യൂസ് പല ആളുകളും പല രീതിയിലായിരിക്കും. പല രീതിയിലായിരിക്കും. അതേപോലെ തന്നെ ഇതെന്താ ഡിസൈഡ് ചെയ്യുന്നത്, മോറലി നിങ്ങൾ കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ എന്നുള്ളത് ജഡ്ജ് ചെയ്യുന്നതാണ് എത്തിക്സ്. ഇവിടെയോ നിങ്ങൾ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് വാല്യൂസ്. ഓക്കെ, അപ്പൊ ഒന്ന് എന്ന് പറഞ്ഞാൽ മൊത്തം ഒരു സൊസൈറ്റീനെ ബേസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ മറ്റത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ തിങ്കിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് വാല്യൂസ് എന്ന് പറയുന്നത്. ദെൻ നമ്മളുടെ ഓപ്ഷനുകൾ കറക്റ്റ് ആണോ റോങ് ആണോ എന്നുള്ളത് എത്തിക്സ് നമുക്ക് പറഞ്ഞു തരും. ഓക്കെ, എന്താണ് ശ്രദ്ധിക്കുക, നമ്മളുടെ ഡിസിഷൻസ് കറക്റ്റ് ആണോ റോങ് ആണ് എന്നുള്ളത് എത്തിക്സ് പറഞ്ഞു തരും. പക്ഷേ നമ്മൾക്ക് ജീവിതത്തിൽ എന്ത് വേണം വേണ്ട എന്നുള്ളത് വാല്യൂസ് ആണ് പറഞ്ഞു തരിക. നമുക്ക് കൂടുതൽ പണം വേണം, അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും എന്നുള്ളതാണെങ്കിൽ നമ്മളുടെ പ്രയോറിറ്റി എന്താ, പൈസയാണ് എന്നുള്ളത് ആര് പറഞ്ഞു തരുന്നത്, നമ്മുടെ വാല്യൂസാ പറഞ്ഞു തരുന്നത്. ഇവിടെ എന്താ, നമ്മൾ മോറലി ചെയ്യുന്നത് കറക്റ്റ് ആണോ റോങ് ആണോ എന്നുള്ളതാണ് എത്തിക്സ് പറഞ്ഞത്. അത് ചിലപ്പോൾ നമ്മളുടെ പ്രയോറിറ്റികൾ അച്ചീവ് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, നൗ ഈ എത്തിക്സിന്റെ ഭാഗമായിട്ടുള്ളതാണ് നമ്മൾ ഇതിന്റെ മുമ്പ് പറഞ്ഞതൊക്കെ. പ്രൊഫഷണൽ എത്തിക്സ്, ബിസിനസ്, എൻവിറോൺമെന്റ്, സോഷ്യൽ, റിലീജിയസ് എത്തിക്സ്. ഒക്കെ ഇവിടെ നമുക്കറിയാം റെസ്പെക്ട്, ഇന്റഗ്രിറ്റി, റെസ്പോൺസിബിലിറ്റി, ഹോണസ്റ്റി, എംപതി, കറേജ്, ഫെയർനെസ്, ഡൈവേഴ്സിറ്റി തുടങ്ങുന്നതൊക്കെ എന്താണ്, വാല്യൂസ് ആണ്. അപ്പൊ ചുരുക്കത്തിൽ നമുക്ക് പറഞ്ഞ എത്തിക്സും വാല്യൂസും എന്താന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ, എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊറാലിറ്റി ചെക്ക് ചെയ്യാനുള്ള, നമ്മളുടെ കണ്ടക്റ്റിനെ റേറ്റ് ചെയ്യാനുള്ള, എന്തിന്റെ ബേസിൽ റേറ്റ് ചെയ്യാനുള്ള, മൊറാലിറ്റിയുടെ ബേസിൽ റേറ്റ് ചെയ്യാൻ പറ്റുന്ന ഗൈഡ് ലൈനുകളെയാണ് നമ്മൾ എന്ത് പറയാ, എത്തിക്സ് എന്ന് പറയാ. എത്തിക്സുകള് കൺസിസ്റ്റന്റ് ആയിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്നത് റൈറ്റ് ആണോ റോങ് ആണോ എന്ന് പറഞ്ഞു തരാനും എന്തിനു സഹായിക്കും, ഈ എത്തിക്സ് കൊണ്ട് സഹായിക്കും. നേരെ മറിച്ച് വാല്യൂസ് എന്ന് പറയുന്നത് എന്താ, കുറച്ച് എന്ത് പ്രിൻസിപ്പളിന്റെ ബേസിലാണ് നമ്മൾ ഓരോ ഡിസിഷൻസും ജഡ്ജ്മെന്റ്സും മേക്ക് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ വാല്യൂസ് എന്ന് പറയാ. വാല്യൂസ് ഓരോരുത്തരെ മാറും തോറും അതും മാറിക്കൊണ്ടിരിക്കും. വാല്യൂസ്
അതേപോലെ തന്നെ നമ്മളുടെ പ്രയോറിറ്റികൾ എന്താണ് എന്നാണ് കാണിച്ചു തരിക. അല്ലാതെ നമ്മൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നല്ല വാല്യൂസ് കാണിച്ചു തരിക, നമ്മളുടെ പ്രയോറിറ്റി എന്താണ് എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. ഓക്കെ, സോ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? എത്തിക്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. എത്തിക്സ് എന്ന് പറയുന്നത് ഈത്തോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നും ഡിറൈവ് ചെയ്തതാണ്. അതിൽ ഒരുപാട് ബിലീഫ്സും വാല്യൂസും ഒക്കെ ഉണ്ട്. ആൻഡ് മോർ ഓവർ എന്താ പറഞ്ഞത്? ഡിസ്ക്രിപ്റ്റീവോ അല്ല, എന്തിനു വേണ്ടിയിട്ടാണ് എത്തിക്സ്? സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് എത്തിക്സ്. മോർ ഓവർ എത്ര തരം എത്തിക്സുകൾ ഉണ്ട്? ഡിസ്ക്രിപ്റ്റീവ് എത്തിക്സ് ഉണ്ട്, നോർമാറ്റീവ് മെറ്റാ എത്തിക്സ് ഉണ്ട്, അപ്ലൈഡ് എത്തിക്സും ഉണ്ട്. ഓക്കെ, പിന്നെ എന്താണ് എത്തിക്സ് എന്ന് പറഞ്ഞു, എന്താണ് വാല്യൂസ് എന്ന് പറഞ്ഞു, എത്തിക്സിന്റെ എക്സാമ്പിൾസ് എന്താന്ന് പറഞ്ഞു, വാല്യൂസിന്റെ എക്സാമ്പിൾസ് എന്താന്ന് പറഞ്ഞു. നെക്സ്റ്റ് വൺ, എന്തൊക്കെയാണ് എത്തിക്കൽ പ്രാക്ടീസസ്? എത്തിക്കൽ പ്രാക്ടീസസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ബെനഫിസൻസ്. എന്താണ് ബെനഫിസൻസ്? ഇറ്റ് സ്റ്റിപ്പുലേറ്റ്സ് ദാറ്റ് ethical theories should strive to achieve great amount of good. എന്താണ്? മൊത്ത സമൂഹത്തിന് കൂടുതൽ നല്ല കാര്യങ്ങൾ നടക്കുന്നതിനായിരിക്കണം എന്ത് യൂസ് ചെയ്യേണ്ടത്? എത്തിക്കൽ തിയറീസ് യൂസ് ചെയ്യേണ്ടത്. അതായത് എന്താണ് അതിനർത്ഥം പറയണത്? നിങ്ങളൊരു എത്തിക്സ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷണൽ ഒരു എത്തിക്സ് ഉണ്ടെങ്കിൽ, ആ എത്തിക്സ് കാരണം ഒരു സൊസൈറ്റിക്ക് വലിയ രീതിയിലുള്ള ഒരു നല്ല കാര്യം നടന്നിരിക്കണം. എങ്കിൽ മാത്രമേ അതിനെ നമ്മൾ എന്ത് വിളിക്കുള്ളൂ? എത്തിക്സ് അല്ലെങ്കിൽ എത്തിക്കൽ തിയറി എന്ന് വിളിക്കുള്ളൂ. മനസ്സിലായോ? എന്താണ് ബെനഫിസൻസ്? എന്താ പറയണത്? നിങ്ങളൊരു എത്തിക്സ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു എത്തിക്സ് ആണ് എന്നൊരു കാര്യത്തെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ, ആ ഒരു കാര്യം ചെയ്തത് കൊണ്ട് മൊത്ത സമൂഹത്തിന് ഒരു വലിയ ഗുണം ഉണ്ടാവണം. എങ്കിൽ മാത്രമേ അത് എന്തായി മാറുള്ളൂ? ഒരു എത്തിക്കൽ തിയറി ആയിട്ട് മാറുകയുള്ളൂ എന്നുള്ളതാണ് ബെനഫിസൻസ് പറയുന്നത്. ഓക്കെ, രണ്ടെന്താ? ലീസ്റ്റ് ഹാം. ഗുണം മാത്രമല്ല, ഇതുകൊണ്ട് ഒരു ചെറിയ സമൂഹത്തിന് പോലും വളരെ ചെറിയ ഹാം മാത്രമേ സംഭവിക്കാൻ പാടുള്ളൂ. വലിയ രീതിയിൽ അതൊരു ഡിസഡ്വാൻറ്റേജ് എവിടെയും വരാൻ പാടില്ല. അതും കൂടെ എത്തിക്കൽ തിയറിയുടെ ഭാഗമാണ്. ദെൻ യൂട്ടിലിറ്റേറിയൻ ആയിരിക്കണം. ലോക്കസ് ഓഫ് റൈറ്റ് ആൻഡ് റോങ് സോൺലി ഓൺ ദ ഔട്ട്കം ഓർ കോൺസിക്വൻസസ്. എന്താണത് പറയണത്? locus of right and wrong solely on the outcome or consequences. Now, നമ്മൾ കാണിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊക്കെ, നമ്മൾക്കൊരു മോറൽ ഉണ്ട്, നമുക്കൊരു എത്തിക്സ് ഉണ്ട്. ആ എത്തിക്സ് കാരണം അത് റൈറ്റ് ആണോ റോങ് ആണോ എന്നുള്ളത് അതിന്റെ കോൺസിക്വൻസസ് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അത് പലവർക്കും പല രീതിയിലായിരിക്കും. പക്ഷെ നമുക്ക് അവിടെ ഒരു യൂട്ടിലിറ്റേറിയൻ അപ്രോച്ച് ആണ് വേണ്ടത്. ഓക്കെ, ദെൻ ഓട്ടോണമി. എന്താ ഓട്ടോണമി? ഡിസിഷൻ മേക്കിംഗ് ഫോക്കസ് ഓൺ അലോയിങ് പീപ്പിൾ ടു ബി ഓട്ടോണമസ് ആൻഡ് ഹാവ് കൺട്രോൾ ഓവർ ദെയർ സെൽഫ്സ്. എന്താണ് പറയണേ? നമ്മളെ ആരെയും നിയന്ത്രിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ കയ്യിൽ തന്നെ കൺട്രോൾ ഉണ്ടാവില്ല. ആ കൺട്രോൾ വരുത്താനുള്ളത് കൂടെ ആയിരിക്കണം എന്ത്? എത്തിക്സ് എന്ന് പറയുന്നത്. ദെൻ ജസ്റ്റിസ്. എത്തിക്കൽ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നതിൽ ജസ്റ്റിസ് കൂടെ ഉണ്ടാവണം. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാ വേണ്ടേ? ഒരു എത്തിക്കൽ പ്രാക്ടീസ് ആണെങ്കിൽ അവിടെ ബെനഫിസൻസ് വേണം, ഒരു ലാർജർ ഗുഡ് ആയിരിക്കണം, ലെസ് ഹാമേ പാടുള്ളൂ, യൂട്ടിലിറ്റേറിയൻ അപ്രോച്ച് ആയിരിക്കണം. യൂട്ടിലിറ്റേറിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്ത സമൂഹത്തിന് അത് ഗുഡ് ആയിരിക്കും, പക്ഷെ ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കോൺസിക്വൻസസ് വേറെ ആയിരിക്കും. അതാണ് യൂട്ടിലിറ്റേറിയൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓട്ടോണമസ് ആയിരിക്കണം. ഓട്ടോണമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് സ്വയം ഇത് തീരുമാനം എടുക്കുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ തീരുമാനം എടുക്കില്ല, പക്ഷെ നിങ്ങൾക്ക് അറിയാം ഇത് നല്ലതാണ്. ദാറ്റ് ഈസ് കോൾഡ് ആസ് ഓട്ടോണമസ്. അപ്പൊ ഒരു ചട്ടക്കൂട് ഉണ്ടെങ്കിൽ എന്ത് നടക്കുള്ളൂ? അല്ലെങ്കിൽ ഇത് മൊത്ത സമൂഹം ഇത് നല്ലതാണ് എന്ന് വിചാരിച്ചാലേ എല്ലാവരും അത് പിന്തുടരുള്ളൂ. അതിനെയാണ് ഓട്ടോണമസ് എന്ന് പറയാം. അതേപോലെ ഇറ്റ് ഷുഡ് ബി
ജസ്റ്റിസും ഉണ്ടായിരിക്കണം അതില്. അപ്പൊ എന്തൊക്കെയാ വേണ്ട ഒരു നല്ല എത്തിക്കൽ പ്രാക്ടീസിന്? ഒന്ന്, ബെനഫിസൻസ് ആവണം, ലീസ്റ്റ് ഹാം ആവണം, യൂട്ടിലിറ്റേറിയൻ ആവണം, ഓട്ടോണമി ആയിരിക്കണം, അതേപോലെ തന്നെ ജസ്റ്റിസും വേണം. ക്ലിയർ? നൗ എന്താണ് പ്രൊഫഷണൽ എത്തിക്സ്? ഇനിയാണ് ചാപ്റ്റർ തുടങ്ങാൻ പോണത്. നൗ എത്തിക്സ് എങ്ങനെയാണ് വരുന്നത്? ആക്ച്വലി 3 ഏരിയകളിൽ നിന്നാണ്. ഒന്ന് നമ്മളുടെ മോറൽ, 2 കൾച്ചർ, 3 നമ്മളുടെ നോഹൗ. അതായത് നമ്മളുടെ അറിവ്, മൊറാലിറ്റി, കൾച്ചർ, ഇത് 3ഉം കൂടുമ്പോഴാണ് അവിടെ എന്ത് വരുന്നത്? എത്തിക്സ് വരുന്നത്. അപ്പൊ എന്തിൽ നിന്നൊക്കെയാണ് എത്തിക്സ് അറൈസ് ചെയ്യുന്നത്? 1 മോറല്, 2 കൾച്ചർ, 3 നോഹൗ. Okay? Now, professional is an exclusive custodian of expertise. Expertise-ൽ മാസ്റ്റർ ആയിട്ടുള്ള ഒരു വ്യക്തിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്രൊഫഷണൽ എന്ന് പറയാ. To become good professional, they should desire dynamic movement to promote value revolution. ഒരു നല്ല പ്രൊഫഷണൽ ആണെങ്കിൽ എന്തുകൂടെ അയാൾക്ക് വേണം? വാല്യൂസ് കൂടെ അയാൾക്ക് വേണം. Then professional expected to conduct themselves in such a manner to uphold grace, dignity, professional standing of the institute. അപ്പൊ എന്താണ്? ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഗ്രേസും ഡിഗ്നിറ്റിയും മുകളിൽ പിടിച്ചു നിർത്താൻ കഴിയുള്ള ഒരാളായിരിക്കണം ആര്? പ്രൊഫഷണൽ എന്ന് പറയുന്നത്. സോ പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എത്തിക്സ് അറൈസ് ചെയ്യുന്നത് 3 ഏരിയകളിൽ നിന്നാണ്. എവിടെ നിന്നൊക്കെയാണത്? 1 മോറല്, 2 കൾച്ചർ, 3 നോഹൗ. പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രൊഫഷണൽ വർക്കിലും നമ്മൾ മൊറാലിറ്റി ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയാ. അതേപോലെ എന്താ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത്? ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഗ്രേസും ഡിഗ്നിറ്റിയും വാല്യൂ ഒക്കെ നിലനിർത്തുന്ന ഒന്നായിരിക്കണം പ്രൊഫഷണൽ എത്തിക്സ് എന്നുള്ളത്. ഓക്കെ, നൗ നമ്മളുടെ കമ്പനി സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു പ്രൊഫഷണലിന് വേണ്ടത് എന്നുള്ളതാണ് ഇവിടെ പറയണത്. ഫസ്റ്റ് വൺ ഈസ് സ്ട്രൈവ് ഫോർ എക്സലൻസ്, അല്ല എക്സലൻസി. സ്ട്രൈവ് ഫോർ എക്സലൻസി. എപ്പോഴും അയാളുടെ വർക്കില് പെർഫെക്ഷൻ കൊണ്ടുവരാൻ ആര് ശ്രമിക്കണം? ഒരു പ്രൊഫഷണല് ശ്രമിച്ചിരിക്കണം എന്നുള്ളതാണ് പറയണത്. ക്ലിയർ ആണോ? ഓക്കെ, യെസ്. അതേപോലെ എന്ത് വേണം? ട്രസ്റ്റ് വർത്തി വേണം. ഓക്കെ, കോൺഫിഡൻഷ്യാലിറ്റി വേണം, ഇന്റഗ്രിറ്റി വേണം, എത്തിക്കൽ ആയിരിക്കണം, അക്കൗണ്ടബിലിറ്റി വേണം, ഹോണസ്റ്റിയും ട്രാൻസ്പെറൻസിയും വേണം, കോഷ്യസും റെസ്പെക്ട്ഫുള്ളും ആയിരിക്കണം, കോമ്പീറ്റന്റും കണ്ടിന്യൂറ്റിയും വേണം. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു നല്ല CS മോഡലിന്റെ ബേസിലുള്ള ഒരു പ്രൊഫഷണലിന് വേണ്ടത്? 1 എക്സലൻസി വേണം, 2 ട്രസ്റ്റ് വർത്തി വേണം, കോൺഫിഡൻഷ്യാലിറ്റി വേണം, ട്രാൻസ്പെറൻസി വേണം, അക്കൗണ്ടബിലിറ്റി വേണം, കോഷ്യസ് ആയിരിക്കണം, ഹോണസ്റ്റി വേണം, അതേപോലെ തന്നെ കണ്ടിന്യൂറ്റിയും വേണം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് അത് ആരായി മാറുക? ഒരു പ്രൊഫഷണൽ എത്തിക്സ് ഉള്ള ഒരു പ്രൊഫഷണൽ ആയിട്ട് അക്കോർഡിംഗ് ടു ICSI മാറുകയുള്ളൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ദെൻ എന്തൊക്കെ പാരാമീറ്റേഴ്സ് ആണ് ഒരു ഹെൽത്തി കോർപ്പറേറ്റ് എത്തിക്സ് കൊണ്ടുവരാൻ വേണ്ടത്? 1 കംപ്ലയൻസ് വേണം, അല്ലെ? ലോസുമായിട്ട് കംപ്ലൈ ചെയ്യാൻ കഴിയണം. നമ്മളൊരു കോർപ്പറേറ്റ് സിറ്റിസൺ ആയി മാറണം. ഓക്കെ, ടൈംലി ഇൻഫോർമേഷൻസ് നമ്മൾ കൊടുക്കണം. ഫണ്ടമെന്റൽ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യണം. നമ്മളുടെ എൻവിറോൺമെന്റ് പ്രൊട്ടക്ട്. ഇത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രൊഫഷണലിന്റെ ആണ്, അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേറ്റിന്റെ ആണ്. കോർപ്പറേറ്റ് എത്തിക്സ് ആണ്, ഇത് പ്രൊഫഷണൽ എത്തിക്സ് ആണ്. കോർപ്പറേറ്റ് എത്തിക്സ് എന്താ പറയണത്? ലോസ് കംപ്ലൈ ചെയ്യണം, ഒരു കോർപ്പറേറ്റ് സിറ്റിസൺ ആവണം, ഇൻഫോർമേഷൻസ് ഡിസ്ക്ലോസ് ചെയ്യണം,
ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യണം, എൻവിറോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യണം. ഇതൊക്കെയാണ് കോർപ്പറേറ്റ് എത്തിക്സ് എന്ന് പറയുന്നത്. ഒരു പ്രൊഫഷണൽ എത്തിക്സിൽ എന്താ പറയുന്നത്? എക്സലൻസി വേണം, കോമ്പീറ്റൻസ് വേണം, ട്രസ്റ്റ്വർത്തി ആവണം, ട്രാൻസ്പെറൻസി വേണം, അക്കൗണ്ടബിലിറ്റി വേണം, ഹോണസ്റ്റി വേണം, കോഷ്യസ്നെസ് വേണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ ഒരു പ്രൊഫഷണൽ എത്തിക്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഈ ICSI UK കോഡ് ഓഫ് എത്തിക്സ് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളതാണ് പറയുന്നത്. സോ ദിസ് ICSI UK കോഡാണ്. UK കോഡ് ലണ്ടന്റെ പ്രൊഫഷണൽ എത്തിക്സുകളാണ്. എന്തൊക്കെയാണ്? ഇന്റഗ്രിറ്റി. ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ബിസിനസ്സിൽ പ്രൊഫഷണൽ ആയിട്ട് ഇടപെടുക. നമ്മളുടെ റോൾ എന്താണ് പ്രോപ്പർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഇംപ്രോപ്പർ ആയിട്ടുള്ള ഗിഫ്റ്റുകളൊന്നും സ്വീകരിക്കാതിരിക്കുക. കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റുകൾ അവോയ്ഡ് ചെയ്യുക. അണത്തിക്കൽ ആക്ടിവിറ്റികളിൽ ഇൻവോൾവ് ചെയ്യാതിരിക്കുക. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇന്റഗ്രിറ്റി എന്ന് പറയാ. അപ്പൊ ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഒന്ന്, ബിസിനസ്സില് പ്രൊഫഷണലി വർക്ക് ചെയ്യുക. രണ്ട്, നമ്മളുടെ റോൾ എന്താണ് കൃത്യമായി മനസ്സിലാക്കുക. മൂന്ന്, ഗിഫ്റ്റുകൾ, അണത്തിക്കൽ ഗിഫ്റ്റുകൾ സ്വീകരിക്കാതിരിക്കുക, അണത്തിക്കൽ ആക്ടിവിറ്റികളിൽ ഇൻവോൾവ് ചെയ്യാതിരിക്കുക, കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒഴിവാക്കുക. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നൗ ബി എന്താ? ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് സർവീസ്. എന്താണ് അത് പറയണത്? റോയൽ ചാർട്ടർ പ്രകാരമുള്ള റിക്വയർമെന്റുകളെല്ലാം കീപ്പ് ചെയ്യുക. അതായത് UK റോയൽ ചാർട്ടർ പ്രകാരമുള്ള റിക്വയർമെന്റുകളെല്ലാം കീപ്പ് ചെയ്യുക. കോമ്പീറ്റന്റ് ആയിരിക്കുക. അതേപോലെ തന്നെ പ്രൊഫഷണൽ സ്കിൽ ആൻഡ് നോളജ് അപ്ലൈ ചെയ്യുക. കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. എന്തൊക്കെയാണ്? ഒന്ന്, റോയൽ ചാർട്ടറുകള് കംപ്ലൈ ചെയ്യുക. രണ്ട്, കോമ്പീറ്റന്റ് ആയിരിക്കുക. മൂന്ന്, പ്രൊഫഷണൽ സ്കില്ലും നോളജും അപ്ലൈ ചെയ്യുക. കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. അതിനെയാണ് നമ്മൾ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് സർവീസ് എന്നുള്ളതുകൊണ്ട് പറയണത്. ഫസ്റ്റ് വൺ എന്താണ്? ICSI UK പ്രകാരമുള്ള ഫസ്റ്റ് എത്തിക്കൽ സ്റ്റാൻഡ് പോയിന്റ് എന്താണ്? ഇന്റഗ്രിറ്റി ആണ്. എന്താണ് ഇന്റഗ്രിറ്റി പറയണത്? എന്ത്? പ്രൊഫഷണൽ ആയിട്ട് ആക്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളുടെ റോൾ എന്താന്ന് മനസ്സിലാക്കുക. അൺഫെയർ ഗിഫ്റ്റുകൾ സ്വീകരിക്കാതിരിക്കുക. കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒഴിവാക്കുക. അൺഫെയർ ആയിട്ടുള്ള ആക്ടിവിറ്റികളിൽ ഇൻവോൾവ് ചെയ്യാതെ ഇരിക്കുക എന്നുള്ളതാണ് ഇന്റഗ്രിറ്റി പറയുന്നെങ്കിൽ, ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ബിസിനസ്സിൽ എന്താ പറയുന്നത്? റോയൽ ചാർട്ടറുകള് കംപ്ലൈ ചെയ്യുക, പ്രൊഫഷണൽ സ്കില്ലും നോളജും കംപ്ലൈ ചെയ്യുക, അതേപോലെ തന്നെ കോമ്പീറ്റന്റ് ആയിരിക്കുക, കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി മൂന്ന്, ട്രാൻസ്പെറൻസി. ബിസിനസ് ഡീലിംഗുകൾ ഓപ്പണും ഫ്രാങ്കുമായി നിലനിർത്തുക. ഓക്കെ, അതായത് ഒരു ബിസിനസ് ട്രാൻസാക്ഷൻസും കൺസീൽ ചെയ്യപ്പെടാതെ കൊണ്ടുപോവുക, മറച്ചു വെക്കാതെ, ട്രാൻസ്പെറന്റ്. ഓക്കെ, എന്താണ്? ഒരു ബിസിനസ് ഡീലിങ്ങുകളും കൺസീൽ ചെയ്യാതെ വെക്കുക. ദെൻ എല്ലാ വർക്കുകളും പബ്ലിക് ഡൊമൈനിൽ റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, മൂന്ന് കാര്യങ്ങൾ എന്താ ട്രാൻസ്പെറൻസി? ഒന്ന്, ഓപ്പണും ഫ്രാങ്കും ആയിട്ടുള്ള ബിസിനസ് ഡീലിങ്ങുകൾ കൺസീൽ ചെയ്യാതിരിക്കുക. മൂന്ന്, എല്ലാ ട്രാൻസാക്ഷനുകളും പബ്ലിക് ഡൊമൈനിൽ റിപ്പോർട്ട് ചെയ്യുക. ദെൻ പ്രൊഫഷണൽ ബിഹേവിയർ. എല്ലാ റിലവന്റ് ലോ ഓഫ് ദ ലാൻഡും കംപ്ലൈ ചെയ്യുന്നതിലൂടെ വി ക്യാൻ ബ്രിങ് ഇൻ എ പ്രൊഫഷണൽ ബിഹേവിയർ. സോ ICSI UK കോഡ് ഓഫ് കണ്ടക്ട് പ്രകാരം എന്തൊക്കെയാണ് അവരുടെ സ്റ്റാൻഡ് പോയിന്റുകൾ? ഒന്ന്, ഇന്റഗ്രിറ്റി ആണ്. രണ്ട്, ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് സർവീസ് ആണ്. മൂന്ന്, ട്രാൻസ്പെറൻസി ആണ്. നാല്, പ്രൊഫഷണൽ ബിഹേവിയർ ആണ്. ദെൻ വി ഗോ ടു ICSA സിംഗപ്പൂർ. സിംഗപ്പൂരിന്റെ ICSI നമ്മൾ പറയുന്ന കമ്പനി സെക്രട്ടറിയുടെ സംഭവത്തിന് ഇറ്റ് ഈസ് ICSA സിംഗപ്പൂർ. അതെന്താ? അവരുടെ എന്താ? നമ്മളിവിടെ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചാർട്ടർ ഹോൾഡ് ചെയ്യുക, കംപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റി,
കൊണ്ടുപോവുക. അതേപോലെ തന്നെ എംപ്ലോയീസിന്റെയും കൊളീഗ്സിന്റെയും ക്ലയൻസിന്റെയും ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക. അതേപോലെ തന്നെ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒഴിവാക്കുക, കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഡിസ്റെപ്യൂട്ട് കൊണ്ടുവരുന്ന ഒരു കാര്യത്തിലും ചെയ്യാതെ ഇരിക്കുക. അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ച കുറെ പോയിന്റുകൾ ഉണ്ട്. ഒന്ന് ചാർട്ടർ ഫോളോ ചെയ്യുന്നത്, നമ്മൾ മുകളിൽ പറഞ്ഞതാണ് ചാർട്ടർ ഫോളോ ചെയ്യുന്നതിന്റെ കാര്യം. പ്രൊഫഷണൽ ബിഹേവിയർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞതാണ്. മൂന്നാമത് പറഞ്ഞത് പോയിന്റ് എക്സ്ട്രാ ആണ്. എന്താണത്? എംപ്ലോയീസിന്റെയും കൊളീഗ്സിന്റെയും ക്ലയന്റിന്റെയും സേഫ് ഗാർഡ് ചെയ്യുക എന്നുള്ളത്. അതേപോലെ തന്നെ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ മുകളിൽ പറഞ്ഞതാണ്, അവോയ്ഡ് ചെയ്യാൻ ഇന്റഗ്രിറ്റിയിൽ പറഞ്ഞതാണ് നമ്മൾ. കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, കോൺഫിഡൻഷ്യൽ ഇൻഫോർമേഷൻ കോൺഫിഡൻഷ്യൽ ആയിട്ട് കീപ്പ് ചെയ്യുക, ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഡിസ്ട്രിബ്യൂട്ട് വരുത്തരുത് എന്ന് പറയുന്നു. ഇവിടെ നമ്മൾ പറഞ്ഞു അൺഫെയർ ആക്ടിവിറ്റികൾ ചെയ്യരുത്. ഇത് തന്നെയാണ് ICSA സിംഗപ്പൂരും പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചാർട്ടർ ഫോളോ ചെയ്യുക, ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചാർട്ടർ ഫോളോ ചെയ്യുക. ദെൻ പ്രൊഫഷണൽ സ്കിൽ ആൻഡ് നോളജ് ഇംപ്ലിമെന്റ് ചെയ്യുക, എംപ്ലോയീസിനെയും ക്ലയൻസിനെയും ഒക്കെ സേഫ് ഗാർഡ് ചെയ്യുക. ദെൻ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് അവോയ്ഡ് ചെയ്യുക. അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഡിസ്റെപ്യൂട്ട് കൊണ്ടുവരുന്ന ഒരു കാര്യവും ചെയ്യാതെ ഇരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെയാ നോക്കിയത്? ഫസ്റ്റ് വൺ നമ്മൾ നോക്കിയത് എന്താ? എത്തിക്സ് എന്താണ്? എത്തിക്സ് എവിടെ നിന്ന് ഡിറൈവ് ചെയ്തിരിക്കുന്നു? എത്തിക്സിൽ എന്തൊക്കെയാണ് ഉള്ളത്? 4 ടൈപ്പ് ഓഫ് എത്തിക്സ് ഏതൊക്കെയാണ്? ദെൻ എത്തിക്സ് എന്തായിരുന്നു? എത്തിക്സ് എന്താ? അതിന്റെ സബ് ഡിവിഷൻസ് എന്താണ്? വാല്യൂസ് എന്താണ്? രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതിന്റെ എക്സാമ്പിൾസ് എന്താണ്? മൂന്നാമതായിട്ട് നമ്മൾ എന്താ പറഞ്ഞേ? അല്ല, ഒരു നല്ല എത്തിക്കൽ സ്റ്റാൻഡ് പോയിന്റ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് അവിടെ വേണ്ടത്? അവിടെ ബെനിഫിസൻസ് വേണം. ഓർമ്മല്ല? ബെനിഫിസൻസ്, യൂട്ടിലിറ്റേറിയൻ, ഓട്ടോണമസ് ഒക്കെ ഓർമ്മല്ലേ? അതാണ് നല്ല ഒരു എത്തിക്കൽ പ്രാക്ടീസിന് വേണ്ട ഘടകങ്ങൾ. പിന്നെ എന്ത്? എത്തിക്സിനെ പറ്റി തന്നെ പറയണത്. എത്തിക്സ് അല്ല, പ്രൊഫഷണൽ എത്തിക്സിനെ കുറിച്ചിട്ടാണ് പറയണത്. അവിടെ നമ്മൾ എത്തിക്സ് ഏത് 3 കാര്യങ്ങളിൽ നിന്നാണ് അറൈസ് ചെയ്ത് വന്നിട്ടുള്ളത് എന്നുള്ളത് പറഞ്ഞു. പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതും നമ്മൾ പറഞ്ഞു. ദെൻ പ്രൊഫഷണൽ എത്തിക്സിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞ പ്രൊഫഷണൽ എത്തിക്സിൽ എന്തൊക്കെ വേണം? CS-ന്റെ മോഡൽ പ്രകാരം പ്രൊഫഷണൽ ട്രസ്റ്റ് വർത്തി, കോൺഫിഡൻഷ്യാലിറ്റി, ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി തുടങ്ങിയ സാധനങ്ങളും കോർപ്പറേറ്റ് എത്തിക്സിലേക്ക് വരുമ്പോൾ എന്തൊക്കെ വേണം എന്നുള്ളതും പറഞ്ഞു. ദെൻ ICSI UK-യുടെ കോഡ് ഓഫ് എത്തിക്സ് പ്രകാരം അവർ മുന്നോട്ട് വെക്കുന്ന ഇന്റഗ്രൽ സ്റ്റാൻഡ് പോയിന്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതും, അതേപോലെ തന്നെ ICSA സിംഗപ്പൂർ പറയുന്നതിനനുസരിച്ചിട്ട് അവർ മുന്നോട്ട് വെക്കുന്ന ഇന്റഗ്രൽ സ്റ്റാൻഡ് പോയിന്റുകൾ, എത്തിക്സിന്റെ സ്റ്റാൻഡ് പോയിന്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതുമാണ് നമ്മളിപ്പോ നോക്കിയത്. ഓക്കെ, ദെൻ നമ്മളുടെ നിയമത്തിൽ നിലവിലുള്ള ഡിസിപ്ലിനറി കേസ് സ്റ്റഡികൾ എന്തൊക്കെയാണ്? റീസെന്റ്. ഓക്കെ, അതായത് പുതിയ വാർത്തകൾ, ചില കാര്യങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ട് ഇന്നാളെ ശിക്ഷിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ ന്യൂസുകൾ എന്തൊക്കെയാണ് ഉള്ളത് നിലവിൽ എന്ന് പറയുന്നത്? 2018 എന്താണ്? ഒരു മെമ്പറിനെ 3 മാസത്തേക്ക് പ്രൊഫഷണൽ മിസ്കണ്ടക്റ്റിന് വേണ്ടിയിട്ട് സസ്പെൻഡ് ചെയ്തു. ഇതൊന്നും ഇപ്പൊ നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. 2021 10 ലക്ഷം പെനാലിറ്റി ഫോർ CS. എന്തിനു വേണ്ടിയിട്ടാ? മെറ്റീരിയൽ ഇൻഫോർമേഷനുകൾ ഡിസ്ക്ലോസ് ചെയ്യാതിരുന്നതിന് ഒരു കമ്പനി സെക്രട്ടറിക്ക് വന്ന പെനാലിറ്റി ആണ് 10 lakh rupees 2021. 2021 സെബി ബാർഡ് കമ്പനി സെക്രട്ടറി ഫ്രം പ്രാക്ടീസിംഗ് ഫോർ 3 years ഡ്യൂ ടു ഫാൾസ് ഡോക്യുമെന്റ് ഫയലിംഗ്. എന്താണ്? ഫാൾസ് ഡോക്യുമെന്റ്സ് ഫയൽ ചെയ്തതിന് ഒരു കമ്പനി സെക്രട്ടറിയെ 3 കൊല്ലത്തേക്ക് എന്ത് ചെയ്തു? ഡീബാർ ചെയ്തു. ഓക്കെ, ദെൻ 2022 ഒരു മെമ്പറിനെ റിപ്രിമാൻഡ് ചെയ്തു വിത്ത് 10K പെനാലിറ്റി ഫോർ പ്രൊഫഷണൽ മിസ്കണ്ടക്ട്. സോ ഇതൊന്നും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ല, ബട്ട് എന്താണ്? ഇങ്ങനത്തെ ഡിസിപ്ലിനറി ആക്ഷൻസ് ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളതിന്റെ സൂചനകളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആണോ? യെസ്.
നമുക്ക് ഇവിടെ നിർത്താം. സോ എന്തൊക്കെയാണ് നമ്മൾ എടുത്തത്? എവിടെ നിന്നാണ് വന്നത്? ഗ്രീക്ക് വേർഡ് ഈത്തോസിൽ നിന്നാണ് വന്നത്. ഈത്തോസ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ എന്നാണ് അർത്ഥം. ദെൻ എത്തിക്സ് എന്ന് പറഞ്ഞാൽ ധാരാളം വാല്യൂസും ബിലീഫ്സും പ്രിൻസിപ്പിൾസും എല്ലാം അടങ്ങുന്നതാണ് എത്തിക്സ് എന്ന് പറയുന്നത്. സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് എത്തിക്സ് കൊണ്ടുവന്നിട്ടുള്ളത്. ദെൻ എന്താണ് 4 ടൈപ്പ് ഓഫ് എത്തിക്സ് എന്നുള്ളത്? ഡിസ്ക്രിപ്റ്റീവ് എത്തിക്സ് ഉണ്ട്, നോർമാറ്റീവ് എത്തിക്സ് ഉണ്ട്, മെറ്റാ എത്തിക്സ് ഉണ്ട്, അപ്ലൈഡ് എത്തിക്സും ഉണ്ട് എന്നുള്ളത് പറഞ്ഞു. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ എത്തിക്സ് ആൻഡ് വാല്യൂസ്. എത്തിക്സ് എന്ന് പറയുന്നത് എന്താണ്? ചില ഗൈഡ് ലൈനുകളാണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മളുടെ കണ്ടക്റ്റിലുള്ള മൊറാലിറ്റീനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻ ആണെന്ന് പറഞ്ഞു. വാല്യൂസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരു ജഡ്ജ്മെന്റോ ഡിസിഷനോ മേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ബേസിലുള്ള അതിന്റെ പിന്നിലുള്ള പ്രിൻസിപ്പിൾസിനെയാണ് നമ്മൾ എന്ത് പറയാ? വാല്യൂസ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. എത്തിക്സ് എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആണെന്നും വാല്യൂസ് എന്ന് പറയുന്നത് ആള് മാറും എന്നുള്ളതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദെൻ അതിനുശേഷം നമ്മൾ പറഞ്ഞത് എന്താ? എത്തിക്കൽ പ്രാക്ടീസസ്. നല്ല ഒരു എത്തിക്കൽ പ്രാക്ടീസ് ആവണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണം? അതില് ബെനഫിസൻസ് വേണം, ലെസ് ഹാം ആയിരിക്കണം, യൂട്ടിലിറ്റേറിയൻ ആയിരിക്കണം, ഓട്ടോണമി ആയിരിക്കണം, ജസ്റ്റിസും വേണം. എങ്കിൽ മാത്രമേ അതൊരു നല്ല എത്തിക്കൽ പ്രാക്ടീസ് ആവുള്ളൂ എന്ന് പറയുന്നുണ്ട്. ദെൻ പ്രൊഫഷണൽ എത്തിക്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. പ്രൊഫഷണൽ എത്തിക്സ് 3 സ്റ്റാൻഡ് പോയിന്റുകളിൽ നിന്നാണ് വരുന്നത്. ഏതൊക്കെയാണ് ആ 3 കാര്യങ്ങളിൽ നിന്നാണ് എത്തിക്സ് വരുന്നത് എന്ന് പറയുന്നത്? 1 മൊറാലിറ്റിയിൽ നിന്നാണ്, 2 കൾച്ചറിൽ നിന്നാണ്, 3 നോ ഹൗവിൽ നിന്നാണ്. ദെൻ പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട മൊറാലിറ്റി പ്രിൻസിപ്പിളുകളെയാണ് നമ്മൾ പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. ദെൻ ഒരു CS മോഡൽ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ക്വാളിറ്റികളാണ് എത്തിക്സിന് വേണ്ടത് അല്ലെ? അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പെറൻസി, എക്സലൻസ്, കോൺഫിഡൻഷ്യാലിറ്റി, ട്രസ്റ്റ്വർത്തി, കോഷ്യസ്നെസ്, ഹോണസ്റ്റി തുടങ്ങിയ പല കാര്യങ്ങളും നമുക്കൊരു പ്രൊഫഷണൽ എത്തിക്സിൽ ആവശ്യമുള്ളതാണ് എന്ന് പറഞ്ഞു. ദെൻ കോർപ്പറേറ്റ് എത്തിക്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? കോർപ്പറേറ്റ് എത്തിക്സിന്റെ കാര്യത്തിൽ ലോ ഓഫ് ലാൻഡ് എല്ലാം നമ്മൾ കംപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ കോർപ്പറേറ്റ് സിറ്റിസൺ ആവണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ദെൻ ടൈംലി ഡിസ്ക്ലോഷേഴ്സ് നടത്തണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ദെൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. എൻവിറോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു. ദെൻ ICSI UK ഇന്റഗ്രൽ സ്റ്റാൻഡ് പോയിന്റ്സ് ഉണ്ടായിരുന്നു. എന്തൊക്കെയാണത്? 1 ഇന്റഗ്രിറ്റി ആണ് അല്ലെ. രണ്ടാമത് പറയുന്നത് ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് സർവീസ് ആണ്. 3 ട്രാൻസ്പെറൻസി, 4 പ്രൊഫഷണൽ ബിഹേവിയർ. ദെൻ ICSA UK സിംഗപ്പൂരിന്റെ ബേസിൽ എന്തൊക്കെയായിരുന്നു? 1 ചാർട്ടറുകള് കംപ്ലൈ ചെയ്യുക എന്നുള്ളതായിരുന്നു. 2 പ്രൊഫഷണൽ കോമ്പീറ്റൻസ് വേണം എന്നുള്ളതായിരുന്നു. 3 എംപ്ലോയീസിനെ, കൊളീഗ്സിനെ, ക്ലയൻസിനെ ഒക്കെ സേഫ് ഗാർഡ് ചെയ്യണം എന്നുള്ളതായിരുന്നു. 4 കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് അവോയ്ഡ് ചെയ്യണം. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡിസ്റെപ്യൂട്ട് വരുത്തുന്ന ഒരു കാര്യവും ചെയ്യരുത് എന്നുള്ളതുമായിരുന്നു അതിൽ നമ്മൾ പറഞ്ഞത്. ദെൻ നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് സർക്കംസ്റ്റൻസസ് ഇൻ വിച്ച് പല പെനാലിറ്റികളും കമ്പനി സെക്രട്ടറീസിന് വന്നതും അതിന്റെ കാര്യങ്ങളെയും കുറിച്ചിട്ടാണ്. ഓക്കെ, സാധാരണ ഉറക്കായിരിക്കുമല്ലോ, തലവേന.